ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. മുന്നേ ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ഇട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡ് കാരമൽ പുഡിങ് ഞാൻ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന്. ആ ഒരു ബ്രെഡ് കാരമൽ പുഡിംഗ് ആണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ ഇത്. ബ്രെഡ് കാരമൽ എന്നോ കാരമൽ ബ്രെഡ് എന്നോ ഒക്കെ നമുക്ക് പറയാം. ഒരു ഐഡിയക്കനുസരിച്ച് തയ്യാറാക്കി നോക്കിയതാണ്. കാരമൽ ബ്രെഡ് പുഡിംഗ് ഒക്കെ നമ്മൾ ആവിക്ക് വേവിച്ചിട്ടൊക്കെ ഉണ്ടാക്കുമല്ലോ, ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് നോർമലായിട്ട് ചൈന ഗ്രാസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതൊരു 10 മിനിറ്റ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ട്രേയിലേക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ്ങിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ 2 പാക്കറ്റ് 10 ഗ്രാമിൻ്റെ 2 പാക്കറ്റ്, അങ്ങനെ ടോട്ടലി 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പാക്കറ്റ് ചൈന ഗ്രാസിന് 1 കപ്പ് വെള്ളം. അപ്പോൾ 2 പാക്കറ്റ് ചൈന ഗ്രാസിന് 2 കപ്പ് വെള്ളം. ആ രീതിയിലാണ് നമ്മളിത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കേണ്ടത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോൾ തന്നെ അത് നല്ല സോഫ്റ്റായിട്ട് സോക്കായിട്ട് വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് എത്രയാണ് ബ്രെഡ് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് പോർഷൻ ഒന്നും കട്ട് ചെയ്ത് ഒഴിവാക്കുന്നൊന്നുമില്ല കേട്ടോ, മുഴുവനായിട്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാരമൽ പുഡിംഗ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ആദ്യം പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാരമൽ ചെയ്യാതെയും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആദ്യം 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ചെറിയ തീയിലിട്ടിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകരുത്, കരിഞ്ഞു പോയാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇതൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ തീ ഓൺ ചെയ്യുന്നില്ല കേട്ടോ. പാലൊക്കെ തിളപ്പിക്കുന്ന ഒരു സമയത്ത് ചൈന ഗ്രാസ് തീ ഓൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് കളറ് ചേഞ്ച് ആവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കരിഞ്ഞു പോയാൽ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാലിലേക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്യുന്ന സമയത്ത് പിരിഞ്ഞു പോയി എന്നൊക്കെ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെയും ചൂട് ഒരുപോലെ ആവണം. അപ്പോൾ അതാണ് പറയുന്നത്, രണ്ടും ഒരേ സമയം തന്നെ നമ്മൾ ചൂടാക്കാനായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ചൂടിലാവുമ്പോഴാണ് പിരിഞ്ഞു പോകുന്നതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം അല്ലേ. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാലാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 1 പാക്കറ്റ് പാലിലേക്ക് 1 പാക്കറ്റ് ചൈന ഗ്രാസ്, ആ രീതിയിൽ തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ മിൽമയുടെ ഇതുപോലെ 2 പാക്കറ്റ് പാലെടുക്കുന്നത്. അപ്പോൾ 525 ml ആണ് ഒരു പാക്കറ്റ് ഉണ്ടാവുക അല്ലേ. അങ്ങനെ 2 പാക്കറ്റാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കാരമൽ ചെയ്തത് ക്രിസ്റ്റലായിട്ട് ഇങ്ങനെ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പാല് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ അത് കട്ട പിടിക്കും. അപ്പോൾ അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ആ പാലൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ആ കാരമൽ ചെയ്തതും മെൽട്ടായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഇത് നല്ല ക്രിസ്റ്റലായിട്ട് കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അത് കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് മെൽട്ടായിട്ട് വരും. ഇപ്പോൾ ഞാൻ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചല്ലോ. അപ്പോൾ അതേ സമയം തന്നെ ചൈന ഗ്രാസും ഞാനൊന്ന് മെൽട്ടാക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരേ സമയത്തിന് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ചൈന ഗ്രാസ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായി, അതുപോലെ തന്നെ പാല് തിളക്കുന്ന സമയം കൊണ്ട് ഇതും മെൽട്ടായി വന്നോളൂ. ചൈന ഗ്രാസും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അങ്ങനെ പാലൊക്കെ തന്നെ വേറെ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അത് ആ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, ചൈന ഗ്രാസും മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആ ഒരു സ്റ്റേജാണ് ഞാൻ പറഞ്ഞത്, രണ്ടും ഒരേ ചൂടിലായിരിക്കണം എന്നുള്ള കാര്യം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പാല് തിളച്ചൊക്കെ വന്നതിന് ശേഷം ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അതിന് പകരം പഞ്ചസാരനെ ചേർത്താൽ മതി. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്ത ശേഷം മധുരം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1 കപ്പ് കാരമൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ലൈറ്റ് നമ്മുടെ പാലട പായസത്തിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് നമ്മുടെ ഈ ഒരു മിൽക്ക് മിക്സ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ പറയുക, ഇതിലേക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കണം. ചൈന ഗ്രാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാൻ പഞ്ചസാര കുറച്ച് കുറവാന്ന് തോന്നും. പുഡിങ്ങിലേക്ക് നല്ല മധുരം വേണമല്ലോ, തണുക്കുന്ന സമയത്ത് 90 മധുരം വേണ്ടി വരും. ഞാൻ കുറച്ചുകൂടെ 2-3 ടേബിൾ സ്പൂൺ കൂടെ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് കിട്ടും കേട്ടോ. 1/2 ടീസ്പൂൺ വാനില. അതല്ലാന്ന് നിങ്ങൾക്ക് ഏലക്കായ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കട്ടകൾ ശരിക്കും മെൽറ്റ് ആയിട്ടില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പിലൂടെ അരിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഒഴിച്ചു കൊടുത്ത ശേഷം തീ ഓൺ ചെയ്യരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് പൊടിച്ചത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കട്ട എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട കുത്തിയൊക്കെ നിൽക്കും. അപ്പോൾ കുറേശ്ശെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴൊന്നും തീ ഞാൻ ഓണാക്കിയിട്ടില്ല, തീ ഓഫാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിത് ആഡ് ചെയ്യുമ്പോഴൊന്നും തീ ഓണാക്കിയിട്ടില്ല കേട്ടോ, തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ബ്രെഡ് പൊടിച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അത് ചൂടായി വരും. ചൂടാറുമ്പോഴേക്ക് അത് സെറ്റായി വരികയും ചെയ്യും. സെറ്റായതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ ചൂടാറിയിട്ട് സെറ്റായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 2-3 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നല്ല ചൂടല്ലേ. പിന്നെ എയർ ബബിൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ മതി. ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്താൽ തന്നെ അത് പോകും. പക്ഷേ ഇത് നല്ല ചൂടല്ല, ഇത്രയും വലിയ ട്രേയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ടാപ്പ് ചെയ്യാൻ പറ്റുന്ന ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതായത് ഞാനൊരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ ബ്രെഡ് പൊടിച്ചതൊന്നും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് പൊടിച്ചത് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കാരമൽ സോസ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതുപോലെ സൈഡിലൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാരമൽ കേക്ക് ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്കിയുള്ള സോസ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താലും കാരമൽ ബ്രെഡ് പുഡിംഗ് അല്ലേ, അപ്പോൾ കാരമൽ സോസ് കൂടെ അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അതും കൂടെ ഉണ്ടാകുമ്പോൾ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ ഈ ഒരു പുഡിംഗ് ഉണ്ടാവും. അപ്പോൾ അതൊന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്